ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാൻ വേണ്ടി ദൈവം നമ്മളെ പുതിയൊരു ദിവസത്തിലേക്ക് കൈപിടിച്ചുയർത്തിയിരിക്കുകയാണ്. ദൈവവചനത്തോടൊപ്പം നമുക്ക് ആ ദിവസം തുടങ്ങാം. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെയും സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും ദിവസമായി മാറട്ടെ. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസിന് എഴുതിയ 2-ാം ലേഖനം 8-ാം അധ്യായം 9-ാം തിരുവചനം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങൾക്ക് അറിയാമല്ലോ. അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി, തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകാൻ വേണ്ടി തന്നെ. ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട ഓരോ വ്യക്തികളും, ദൈവമക്കൾ ഓരോരുത്തരും എങ്ങനെയാണ് സമ്പന്നരാകുന്നത് എന്ന് പൗലോസ്ലീഹ വളരെ വ്യക്തമായിട്ട് നമുക്ക് ദൈവവചനത്തിലൂടെ പറഞ്ഞു തരികയാണ്. യേശുക്രിസ്തു ദൈവപുത്രനായി ജനിച്ച് സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ കൃപ നമ്മളിലേക്ക് ചൊരിഞ്ഞത് കാരണം ആ സമ്പന്നത അവൻ മാറ്റിവെച്ച് ഒരു ദരിദ്രനായി ജീവിച്ചു. അങ്ങനെ അവൻ്റെ ദാരിദ്ര്യം വഴി നമ്മൾ സമ്പന്നരാകുകയും ചെയ്തു. ഈശോയുടെ ജനനം മുതൽ നമ്മൾക്കറിയാം, ആർക്കും വേണ്ടാത്ത കാലിത്തൊഴുത്തിൽ ജനിക്കുന്നു. അവസാനം ആരുടെയോ ദയാകാരുണ്യത്താൽ മറ്റൊരാൾക്കു വേണ്ടി തയ്യാറാക്കിയ കല്ലറയിൽ അടക്കപ്പെടുന്നു. ഒരു ഭവനം പോലും ഇല്ലാത്ത, ഒരു മേൽവിലാസം പോലും ഇല്ലാത്ത ഒരു യേശുക്രിസ്തുവിനെ നമ്മൾ കാണുന്നു. ജനിച്ച് ഏതാനും ദിവസങ്ങൾക്കകം, ഏതാനും നാളുകൾക്കകം ജനിച്ച സ്ഥലത്തു നിന്നും പലായനം ചെയ്യേണ്ടി വരുന്നു. സമ്പന്നനായിരുന്നിട്ടും ദരിദ്രനായി ജീവിക്കേണ്ട അവസ്ഥ. അങ്ങനെ ജീവിച്ചതിൻ്റെ പ്രധാന കാരണം ആ ദാരിദ്ര്യം വഴി നമ്മളെ ഓരോരുത്തരെയും സമ്പന്നരാക്കുവാൻ വേണ്ടിയായി. അതിനാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ ലോകത്തിൻ്റെ മുന്നിൽ നിങ്ങളുടെ അറിവ് കൊണ്ടോ നിങ്ങളുടെ സമ്പാദ്യം കൊണ്ടോ നിങ്ങൾ സമ്പന്നരാണെങ്കിൽ ഒന്ന് ഓർക്കുക, യേശുക്രിസ്തു ദരിദ്രനായി ജീവിച്ചതുകൊണ്ടാണ് ഞാനിന്ന് സമ്പന്നനായി ഇരിക്കുന്നത്. ആ യേശുവിനോട് ചേർന്ന് നിന്ന് ആ യേശുവിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ സമ്പന്നത മറ്റുള്ളവർക്ക് കൂടി പങ്കുവയ്ക്കുവാൻ നമ്മൾക്ക് ശ്രമിക്കാം. അങ്ങനെ ഈ നോമ്പുകാലം യേശുക്രിസ്തു നമുക്ക് തന്ന സമ്പന്നത
പങ്കുവയ്ക്കലിലൂടെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളിലുള്ള യേശു ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കൂടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയാലും അനുഗ്രഹത്താലും നിങ്ങൾ ഇന്നു മുതൽ സമ്പന്നരാകുവാൻ, എല്ലാ അർത്ഥത്തിലും സമ്പത്ത് നിങ്ങളുടെ കൈകളിലേക്ക് കടന്നു വരുവാൻ ഈ പ്രപഞ്ച നിയന്ത്രിതാവായ യേശു ക്രിസ്തു നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളുടെ മേലും കർത്താവ് തൻ്റെ കയ്യൊപ്പ് ഇന്ന് ചാർത്തട്ടെ. ഈശോയുടെ സമാധാനം ഇന്നും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.